ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് IMSIൽ നിന്നാണ്. മഹാനദി കോൾഫീൽഡ്സ് ലിമിറ്റഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ്സിഡറി കമ്പനിയാണ് മഹാനദി കോൾഫീൽഡ്സ് ലിമിറ്റഡ്. സോ ഇതിൽ നിന്നാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെ പൊസിഷൻസ് ആണ് വേക്കൻസി എന്നാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നത് ജൂനിയർ ഓവർമാൻ ആണ് വിളിച്ചിരിക്കുന്നത്. 47,000 ആണ് നിങ്ങൾക്ക് ബേസിക് സാലറി ആയിട്ട് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് മൈനിങ് സിർദർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. 47,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബേസിക് സാലറി. അതോടൊപ്പം മൂന്നാമത് വിളിച്ചിരിക്കുന്നത് സർവേയർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. ബേസിക് പേ 51,000 ആണെന്ന് ഓർത്തിരിക്കാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ട്രാൻസ്ലേറ്റർ ആണ്, ക്ലറിക്കൽ ജോബാണ്. അത് 41,000 ആണ് സാലറി. പിന്നീട് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ പാതോളജി എന്ന് പറയുന്നതിന് 47,000 ആണ് നിങ്ങൾക്ക് ബേസിക് പേ സാലറി എന്ന് ഓർത്തിരിക്കാം. സോ ഇതാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ജൂനിയർ ഓവർമാൻ ആണ്. സോ ജൂനിയർ ഓവർമാൻ എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് ഓഫ് 3 years ഡ്യൂറേഷൻ ഓഫ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ്, അതായത് PO BTech ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഡിപ്ലോമ കോഴ്സ് ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് വാലിഡ് ഓവർമാൻ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വാലിഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ വാലിഡ് ഗ്യാസ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നീട് വിളിച്ചിരിക്കുന്ന മൈനിങ് സിർദ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾ +2 പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +2 പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്ലോമ 3 വർഷത്തെ മൈനിങ് എഞ്ചിനീയറിംഗ് എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വാലിഡ് മൈനിങ് സിർദർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വാലിഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ വാലിഡ് ഗ്യാസ് ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ പിന്നീട് വിളിച്ചിരിക്കുന്നത് സർവേയർ ആണ്. സർവേയർ നോക്കുകയാണെങ്കിൽ +2 പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മൈനിങ് മൈൻ ആൻഡ് സർവേ എഞ്ചിനീയറിംഗ്, അതായത് ഡിപ്ലോമ എടുത്തവർക്കും BO BTech ഇൻ മൈനിങ് റിലേറ്റഡ് ആയിട്ട് എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വേണ്ട അഡീഷണൽ ക്വാളിഫിക്കേഷൻ വാലിഡ് സർവേ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതിനത് മാത്രമേ പറയുന്നുള്ളൂ. സോ അത് രണ്ടുമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ട്രാൻസ്ലേറ്റർ ആണ്. ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ BA അല്ലെങ്കിൽ ഇക്വലൻ്റ് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്ലറിക്കൽ ജോബ് ആയതുകൊണ്ടാണ്. ഗവൺമെൻറ് ഡിപ്ലോമ ഇൻ ഹോൾഡർ ഇൻ ഹിന്ദി ട്രാൻസ്ലേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 2 ക്വാളിഫിക്കേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. 2 നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് ഓർത്തിരിക്കാം. സോ പിന്നീട് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ പത്തോളജിയിലാണ്. അത് ഡിപ്ലോമ ഇൻ പത്തോളജി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെൻറ് എന്ന് പറയുമ്പം ഡിപ്ലോമ ഇൻ പത്തോളജി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കും. അപ്പോൾ ഇത്തരം തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇനി ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സ് വരെയാണ്. 18 മുതൽ 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. കട്ട് ഓഫ് ഏജിൻ്റെ ലിമിറ്റിൻ്റെ പറയുന്നത് ഇതാണെന്ന് ഓർത്തിരിക്കുക. 6 ഏപ്രിൽ 2026 രണ്ടിൻ്റെയും കട്ട് ഓഫ് ഏജ് ലിമിറ്റ് പറയുന്നത്. സോ അതുപോലെ അതായത് SC ST OBC കാൻഡിഡേറ്റിന് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. പിന്നീട് വിളിച്ചിരിക്കുന്ന സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യും. സോ ഇവിടെ പറയുന്നുണ്ട് സെലക്ഷൻ മെത്തഡോളജീസ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺ CBT ബേസ്ഡ് എന്ന് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് ഓർത്തിരിക്കും. സോ ഇനിയും ടെസ്റ്റ് സിറ്റീസ് പറയുന്നുണ്ട്. മെയിൻ സിറ്റീസിലെല്ലാം എക്സാം സെൻറ്റർ കണ്ടക്ട് ചെയ്യുന്നവർ പറയുന്നുണ്ട്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കരിയർ എടുക്കുക, അതായത് മഹാനദി കോൾ.in എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അതിൽ കരിയർ എന്ന് പറയുന്ന പേജ് എടുത്ത് റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആക്റ്റീവായിട്ട് കിടപ്പുണ്ട് ലിങ്ക്. സോ ഏതൊക്കെ ബിഫോർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇതെല്ലാം എല്ലാം അപ്ലോഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. സോ പിന്നീട് വിളിച്ചിരുന്ന ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ 1000 പ്ലസ് GST 150 കൂടെ കൂട്ടി നോൺ റീഫണ്ടബിൾ ആണ്. അതായത് ജനറൽ OBC അതുപോലെ തന്നെ EWS കാറ്റഗറിക്ക് 1000 രൂപ പ്ലസ് അഡീഷണൽ 150 കൂട്ടി 1180 രൂപയാണ് നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ഫീ എന്ന് പറയുന്നത്. SC ST PWD ES മാൻ ഫീമെയിൽ കാൻഡിഡേറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നും പറയുന്നുണ്ട്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 16 മാർച്ച് 2026 ആണ്. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 6, 2026 ആണെന്ന് ഓർത്തിരിക്കുക. ഡൗൺലോഡിങ് അഡ്മിറ്റ് കാർഡ്, അതുപോലെ CBT എക്സാം ഡിക്ലറേഷൻ റിസൾട്ട് ഇതെല്ലാം നിങ്ങളെ മെയിൽ ത്രൂ അവരെ അറിയിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 16-ാം തീയതിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്ലൈ ചെയ്യാം. താങ്ക് യു.